ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ 2020 മുതൽ 2024 വരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം നോക്കാം. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാവും. എങ്കിൽ രാജുവിന്റെ വയസ്സ് എന്ത്? ഇപ്പൊ ഇതിനകത്ത് മൂത്തത് രാജുവും ഇളയത് അനിയനും അല്ലേ? അപ്പൊ നമ്മൾ രാജു എന്ന് എഴുതുന്നു. രാജുവും പിന്നെ ആരാ ഉള്ളത്? അവന്റെ അനിയനുമാണ്. അപ്പൊ നമ്മൾ ചോദ്യത്തിലേക്ക് നോക്കുക. രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്നാണ് പറയുന്നത്. അനിയനേക്കാൾ എത്ര വയസ്സ് കൂടുതലാണ്? 10 വയസ്സ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തന്നേക്കുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം അനിയന്റെ വയസ്സായിട്ട് എടുക്കാം. 10, 5, 15, 25 ഏത് വേണമെങ്കിലും നമുക്ക് അനിയന്റെ വയസ്സായിട്ട് എടുക്കാൻ തൽക്കാലം. അപ്പൊ നമ്മളൊരു 5 വയസ്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ് പറയുക? രാജുവിന് അവന്റെ അനിയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ 5നേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പൊ എത്ര കിട്ടും? അപ്പൊ രാജുവിന്റെ വയസ്സ് എത്രയാണ്? 15 വയസ്സ്. 5നോട് 10 കൂട്ടുമ്പോഴേ 15 കിട്ടുന്നത്. അപ്പൊ 15 വയസ്സാവും. അപ്പൊ എന്താണ് ഇനി പറയുന്നത്? 5 വർഷം കഴിയുമ്പോൾ ഇപ്പൊ പ്ലസ് 5 വർഷം കഴിയുമ്പോൾ അനിയന്റെ വയസ്സ് എത്ര ആവും? 5നോട് 5 കൂട്ടണം. 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് കൂടത്തില്ലേ? അപ്പൊ എത്ര? അനിയന്റെ വയസ്സ് എത്ര? 10 വയസ്സാവും. അതേപോലെ 5 വർഷം കഴിയുമ്പോൾ രാജുവിനും 5 വയസ്സ് കൂടത്തില്ലേ? അപ്പൊ 15ന്റെ കൂടെ എത്ര കൂട്ടും? 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 20 വയസ്സാവും. 5 വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് എന്താണ് പറയുന്നത്? അനിയന്റെ വയസ്സിന്റെ 2 മടങ്ങാവും. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ അനിയന്റെ വയസ്സ് എത്രയാണ്? 10 വയസ്സാണ്. അപ്പൊ അനിയന്റെ വയസ്സിന് 2 മടങ്ങാവെന്ന് പറഞ്ഞാൽ 10ന്റെ 2 മടങ്ങ്. 10ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 10 ഗുണം 2 ആണ്. അപ്പൊ എത്ര കിട്ടും? 20 കിട്ടും. 10ന്റെ 2 മടങ്ങ്. അപ്പൊ രാജുവിന്റെ വയസ്സ് എത്ര? 20. അപ്പൊ 2 മടങ്ങായിട്ട് കിട്ടിയില്ലേ? എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്ര? അപ്പൊ അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ വയസ്സ് എത്രയാണ്? 15. അപ്പൊ രാജുവിന്റെ വയസ്സ് എത്രയാണ്? 15. രാജുവിന് 15 വയസ്സാണെങ്കിലാണ് 5 വർഷം കഴിയുമ്പോൾ 20 വയസ്സാവും. അതേപോലെ 5 വർഷം കഴിയുമ്പോൾ അനിയനും 10 വയസ്സാവും. 10ന്റെ 2 ഇരട്ടി എന്ന് പറയുന്നത്, ഇരട്ടി എന്ന് പറഞ്ഞാൽ 20. അപ്പം 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10നെ 3 കൊണ്ട് ഗുണിക്കണം. 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10നെ 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്? ഉത്തരം ഏതാണ്? 15. അപ്പൊ രാജുവിന്റെ വയസ്സ് എത്രയാണ്? 15 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. 25ന്റെ സ്ക്വയർ ഗുണം 4ന്റെ സ്ക്വയർ എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ഓപ്ഷൻ 100, 10,000, 1000, 625 ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം. 25ന്റെ സ്ക്വയർ ഗുണം 4ന്റെ സ്ക്വയർ. ഇനി നമുക്ക് ഇതിന്റെ രണ്ടിന്റെ പവർ സെയിം ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 25 ഗുണം 4 എന്ന് എഴുതി ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. രണ്ടിന്റെയും കൂടെ ഒന്നിച്ച് സ്ക്വയർ എന്ന് കൊടുക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്തുള്ള ആദ്യം ഗുണിക്കണം. 25 ഗുണം 4. 25നെ 4 പ്രാവശ്യം ഗുണിക്കുമ്പോൾ എത്ര 100 കിട്ടും. 100 എന്നിട്ട് ഈ സ്ക്വയർ അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇതിനെ പവർ അല്ലെങ്കിൽ കൃതി എന്നാ പറയുന്നത്. ഇവിടെ പവർ 2 വന്നുകൊണ്ട് ബേസിനെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 100നെ എന്ത് ചെയ്യണം? 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 100 ഗുണം 100 സമം 100 ഗുണം 100 എത്ര? ഈ 1 എഴുതുക. ഗുണിക്കുന്നതിന് പോലെ ഇവിടെ 2 പൂജ്യം ഉണ്ട്, ഇവിടെ 2 പൂജ്യം ഉണ്ട്. മൊത്തത്തിൽ എന്താണ്? 4 പൂജ്യം ഇട്ട് കൊടുക്കണം. 1, 2, 3, 4 പൂജ്യം ഇട്ട് കൊടുക്കണം. ഇതാണ് 23. അപ്പൊ ഇത്ര ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി. അപ്പൊ ഇങ്ങനെ ചെയ്യാം. അല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. 25ന്റെ സ്ക്വയർ സമം 25ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഗുണം 25 ആണ് 25ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുന്നതാണ്. അപ്പൊ 25 ഗുണം 25 എത്ര കിട്ടും? 625 കിട്ടും. 625 വരും. ഇനി അടുത്ത് 4ന്റെ സ്ക്വയർ. 4ന്റെ സ്ക്വയർ സമയം എത്ര കിട്ടും? 4 ഗുണം 4. ഇവിടെ സ്ക്വയർ ആണ്ട് 2 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 4 ഗുണം 4 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ 625നെ എന്ത് ചെയ്യണം? 16 കൊണ്ട് ഗുണിച്ചാൽ മതി. 6 5 30 ശിഷ്ടം 3, 6 2 12, 12 3 15 5 ശിഷ്ടം 1, 6 36, 36 1 37, 5 2 6 0 5 5 10 0 ശിഷ്ടം 1, 7 2 9 1 10 0 ശിഷ്ടം 1, 6 3 9 1 10, 10,000 എന്ന് വരും. ഉത്തരം എന്താണ്? 10,000 എന്നാണ് നമ്മുടെ ഉത്തരം. രണ്ട് രീതി വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 48 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നതാണ് ചോദ്യം. കണ്ടുപിടിക്കാനുള്ള ദൂരമാണ് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ? നമ്മുടെ ഓപ്ഷൻ 200 കിലോമീറ്റർ, 300 കിലോമീറ്റർ, 240 കിലോമീറ്റർ, 150 കിലോമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? ദൂരമാണ് കണ്ടുപിടിക്കുക. തന്നേക്കുന്നത് എന്തൊക്കെയാണ്? വേഗത എത്രയാണ്? വേഗത 48 കിലോമീറ്റർ പെർ അവർ അല്ലെ? ഇനി നമുക്ക് എന്താണ്? സമയം എത്രയാണ് തന്നേക്കുന്നത്? സമയം 5 മണിക്കൂർ. 5 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ദൂരം സമം വേഗത ഗുണം സമയം. നമുക്ക് ഇവിടെ വേഗത എത്രയാണ്? ഇനി നമുക്ക് ഈ ഇക്വേഷനോട്ട് ഇത് എടുത്തിട്ട് കൊടുത്താൽ മതി. 48. വേഗത എത്രയാണ്? 48. സമയം എത്രയാണ്? 5 മണിക്കൂർ. ഇനി ഇത് രണ്ടും ഗുണിച്ചാൽ മതി. എത്ര? 48 ഗുണം 5. 5 40 ശിഷ്ടം 4, 5 4 20, 24 24, 240 കിലോമീറ്റർ എന്ന് കിട്ടും. 240 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 3/4 5/8
എന്നീ ഭിന്നസംഖ്യകളുടെ ലസാഗു എത്ര? ഓപ്ഷൻ 1/4, 1/2, 15/22, 15/4. ഇപ്പൊ നമുക്ക് ഈ ഭിന്നസംഖ്യയിൽ തന്നിട്ട് അതിന്റെ ലസാഗു കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് അംശങ്ങളുടെ ലസാഗു കണ്ടുപിടിക്കണം. അംശങ്ങളുടെ ലസാഗു ഡിവൈഡ് ബൈ ഛേദങ്ങളുടെ ഉസാഗ. ഛേദങ്ങളുടെ ഉസാഗ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അംശം ഏതൊക്കെയാണ്? 3ഉം 5ഉം ആണ് ഇതിന്റെ അംശങ്ങൾ. അല്ലെ അംശം ഇങ്ങോട്ട് എടുത്തിട്ട് 3ഉം 5ഉം എഴുതിയിട്ട് എന്താ കണ്ടുപിടിക്കണം? ലസാഗു കണ്ടുപിടിക്കണം. ലസാഗു കണ്ടുപിടിക്കുന്നതിന് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? 3ഉം 5ഉം കൂടെ ഗുണിച്ചാൽ മതി. 3 × 5 എത്ര കിട്ടും? 15 എന്ന് കിട്ടും. അപ്പൊ അംശങ്ങളുടെ ലസാഗു എത്ര കിട്ടും? 15 കിട്ടും. ഇനി ഛേദങ്ങളുടെ ഉസാഗു കണ്ടുപിടിക്കണം. ഛേദം എത്ര? 4ഉം 8ഉം അല്ലെ? അപ്പൊ 4ഉം 8ഉം ഇങ്ങോട്ട് എഴുതാം. 4ഉം 8ഉം എഴുതാം. അതിനെ ഘടകക്രിയ ചെയ്യണം. 2 വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. 2 വെച്ച് ചെയ്യാൻ പറ്റുമ്പോൾ എത്ര കിട്ടും? 2, 2, 4. 2ന്റെ പട്ടികയിൽ 8ആകുമ്പോൾ നിർത്തുക. എത്ര കിട്ടും? 4, 2, 8. വീണ്ടും 2 ചെയ്യാൻ പറ്റുമല്ലോ. 2ന്റെ ഗുണിതങ്ങളല്ലേ? അപ്പൊ വീണ്ടും ചെയ്യാൻ പറ്റുമെങ്കിൽ അടി വരെ ഇടുക. 2 ഇവിടെ എഴുതുക. 1, 2, 2. 2ന്റെ പട്ടികയിൽ 4ആകുമ്പോൾ നിർത്തുക. എത്ര? 2, 2, 4. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. ലസാഗു ആണെങ്കിൽ ഇത് മൊത്തം എഴുതി ഗുണിച്ചാണ്. ഉസാഗ കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ ഈ സൈഡിൽ കിടക്കുന്ന മാത്രം എടുത്ത് ഗുണിച്ചാൽ മതി. അപ്പൊ 2 × 2 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. അപ്പൊ ഈ 4 ഇവിടെ ഇങ്ങോട്ട് എഴുതുക. എത്ര കിട്ടും? 15/4. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? 15/4. അതാണ് നമ്മുടെ ഉത്തരം. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര? അപ്പോൾ ഒരു കച്ചവടക്കാരൻ ഒരു സാധനം 700 രൂപയ്ക്ക് വിറ്റപ്പോൾ 30% നഷ്ടം ഉണ്ടായെന്ന് പറഞ്ഞു. 30% നഷ്ടം ഉണ്ടായി. 100%ത്തിൽ എത്ര ശതമാനം നഷ്ടം ഉണ്ടായത്? 30% നഷ്ടം ഉണ്ടായത് അല്ലേ? അപ്പൊ ഇങ്ങനെ നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയുമോ? എത്രയാണ് നഷ്ടം വരുന്നത് അത്രയും കുറയ്ക്കണം. പറഞ്ഞു മനസ്സിലായി. 30 കുറച്ച് നഷ്ടം വന്നേ. അപ്പം 100ൽ നിന്ന് 30 കുറയ്ക്കണം. അപ്പൊ 70. അപ്പൊ ഇപ്പൊ 700 രൂപ എന്ന് പറയുന്നത് എത്രയാണ്? എത്ര ശതമാനമാണ്? 70% എന്തോ പറയുന്നത് 700 രൂപ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ 70% 700 രൂപയാണെങ്കിൽ 1% ഇതിനകത്ത് 1% കണ്ടുപിടിക്കുന്നതിന് ഈ 70 ഡിനോമിനേറ്റർ കൊണ്ടുവന്നത് 700/70. ഇതിൽ നിന്ന് 70% 700 രൂപയാണ്. അപ്പൊ അതിനകത്ത് 1% സമം ഈ 70നെ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ കൊണ്ടുവരണം. അപ്പം എന്ത് ഈ 70ഉം ഈ ഇതും വെട്ടുക. 17 70. അപ്പം നല്ലൊരു 0 കൊടുക്കാം. മനസ്സിലായോ? അപ്പം 1% സമം എത്ര എന്ന് കിട്ടി? 10 എന്ന് കിട്ടി. 1% എത്രയാണ്? 10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 10% സമം 10% സമം എത്ര കിട്ടും? ഇവിടെ ആണെങ്കിൽ 10 അല്ലേ? അപ്പൊ ഇവിടെ ഒരു 0 വന്നു. അപ്പൊ ഇവിടെ കൂടെ ഒരു 0 കൊടുത്താൽ 10 കൊണ്ട് ഗുണിക്കുക, ഒരു 0 ഇട്ട് കൊടുത്താൽ പോരെ. ഈ 10 ഒരു 0 കൂടെ കൊടുക്കുമ്പോൾ എത്ര? 100 രൂപ എന്ന് വരും അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 100% എത്രയാണ്? 100% സമം അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുത്താൽ എത്രയാണ്? 1000 രൂപ എന്ന് വരും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി 1000 രൂപ. ഇതാണ് ശരി. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. ഇതാണ് സ്കൂൾ അസംബ്ലിയിൽ 10A ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്ന് 25ാമതും പിന്നിൽ നിന്നും 13ാമതുമാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പൊ ഒരു സ്കൂൾ അസംബ്ലിയാണ്. ഒരു സ്കൂൾ അസംബ്ലിയിലെ വരിയിൽ എന്താണ്? ആശ എന്താണ്? മുന്നിൽ നിന്നും 25ാമതാണ്. മുന്നിൽ എത്രയാണ്? 25ാമതാണ് മുന്നിൽ നിന്ന് അല്ലെ? പിന്നിൽ നിന്ന് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? മുന്നിൽ നിന്ന് 25ാമത്. പിന്നിൽ നിന്ന് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 13ാമതാണെന്നാ പറഞ്ഞേക്കുന്നത്. പിന്നിൽ എത്രയാണ്? 13ാമതാണ്. നിൽക്കുന്നത് സെയിം പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. മുന്നിൽ നിന്ന് 25ാമതും പിന്നിൽ നിന്ന് ആണെങ്കിൽ എത്രയാണ്? 13ാമതുമാണ്. എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ടെന്ന് നോക്കാൻ ഈ 25ഉം 13ഉം കൂടെ കൂട്ടിയാൽ മതി. 25 + 13 കൂടെ കൂട്ടുക. 5 3 8, 2 1 3. ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? ഇവിടുന്ന് ആയാലും ഇവിടുന്നായാലും ഒരു സ്ഥലത്ത് തന്നെയല്ലേ നിൽക്കുന്നത്? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 38ന്ന് എന്ത് ചെയ്യണം? 1 അങ്ങ് കുറയ്ക്കണം. 38ന് എന്ത് ചെയ്യണം? 1 അങ്ങ് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 37 എന്ന് വരും. അപ്പൊ ഉത്തരം എത്രയാണ്? 37 എന്ന് വരും അതിന്റെ ഉത്തരം. മനസ്സിലായോ? ഈ ഒരു ചോദ്യം നോക്കാം. നമുക്ക് നോക്കിയോ. 100 × 83 × 39നെ 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര? അപ്പം 9 കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടമാണ് നോക്കേണ്ടത്. അപ്പൊ ഈ സംഖ്യ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 9 കൊണ്ട് ഹരിച്ച് നോക്കിയത്. അപ്പൊ 100നെ 9 കൊണ്ട് ഹരിക്കും എത്ര കിട്ടും? 90. 9 × 18 9 × 11. 9 × 18 99 എന്ന് കിട്ടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഈ 100ൽ നിന്ന് ഈ 99 കുറയ്ക്കണം. 99 കുറയ്ക്കണം. എത്ര കിട്ടും? 1 എന്ന് വരും അല്ലെ? ഇനി അടുത്ത 83. 83നകത്ത് 9 എത്ര പ്രാവശ്യം ഉണ്ട്? 9 9 81 എന്ന് കിട്ടും. 9 9 എത്രയാണ്? 81. അപ്പൊ നമുക്ക് 83ൽ നിന്ന് എത്ര കുറയ്ക്കണം? 81 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 2 കിട്ടും. ഇനി അടുത്ത 39. 39നകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 9 എത്ര പ്രാവശ്യം ഉണ്ട്? 4 9 36. 4 9 36 എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഈ 39ൽ നിന്ന് എത്ര 39 - 36 കുറയ്ക്കണം. എത്ര കിട്ടും? 3 എന്ന് വരും.
അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ഗുണിച്ചങ്ങ് വെച്ചാൽ മതി. 1 ഗുണം 2 ഗുണം 3, 1 ഗുണം 2 2, 2 ഗുണം 3 എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ എ 6 എന്ന് വരും ഉത്തരം. 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ശരാശരി എത്ര? 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ശരാശരി. സംഖ്യയുടെ ശരാശരി സമം എണ്ണൽ സംഖ്യയുടെ ശരാശരി സമം ശരാശരി n+1/2 ആണ്. n+1/2. അപ്പൊ ഇവിടെ n എത്രയാണ്? 100 ആണ്. അപ്പൊ 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ശരാശരി അപ്പൊ n എത്ര? 100 വരും. 1 മുതൽ 50 വരെയുള്ള സംഖ്യയുടെ ശരാശരി അപ്പൊ n 50 എന്ന് വരും. 1 മുതൽ 125 വരെ ഉള്ള സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ n 125 എന്ന് എഴുതാം. അപ്പം ഇവിടെ 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ശരാശരി എത്രയാണെന്ന് വെച്ചുകൊണ്ട് n എത്ര? 100 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ n ന്റെ അവിടെ എത്രയാണ്? 100 എഴുതുക. എന്നിട്ട് +1 അതേപോലെ തന്നെ ഇടുക /2. 100 + 1 എത്ര കിട്ടും? 101/2 എന്ന് വരും. അപ്പൊ നമ്മളിനി ഭാഗിച്ച് നോക്കിയാൽ മതി. അപ്പൊ 101/2 കൊണ്ട് ഭാഗിക്കുക. എത്ര കിട്ടും? 5 2 10. 1 ഒന്നിനകത്ത് പറ്റത്തില്ല, അവിടെ 0 കൊടുക്കും. എന്നിട്ട് പറ്റത്തില്ല, അപ്പൊ നമ്മൾ ഇവിടെ പോയിന്റ് കൊടുക്കും അല്ലെ? അപ്പൊ പോയിന്റ് കൊടുത്ത് ഇവിടെ 0 കൊടുക്കാൻ പറ്റും. 2 5 ഇവിടെ 2 അല്ലേ? 5 2 10. 5 2 10 എന്ന് വരും. അപ്പൊ ശിഷ്ടം അല്ല. അപ്പൊ ഉത്തരം എത്ര കിട്ടും? 50.5. ഉത്തരം എത്ര? 50.5 എന്ന് വരും അതിന്റെ ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ചോദ്യം നോക്കാം. √0.111 എക്സെട്ര ഇൻറ്റു 0.444 എക്സെട്രന് സമാനമായത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 0.111 എക്സെട്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/9 എഴുതാം. 1/9. 0.444 എക്സെട്ര ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഴുതാന്ന് അറിയുമോ? 4/9 എഴുതാം. 4/9 എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് അതിന് പകരം 0.555 എക്സെട്ര എങ്ങനെയാണെന്ന് എന്താ എഴുതാം? 5/9 എഴുതാം. മനസ്സിലായോ? 0.6666 ഇങ്ങനെ എക്സെട്ര എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ എഴുതാം? 6/9 എഴുതാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് 0.111 എക്സെട്ര എന്ന് വന്നുകൊണ്ട് നമുക്ക് എന്താ 1/9 എഴുതാം. ഇവിടെ 0.4444 എക്സെട്ര എന്ന് വന്നുകൊണ്ട് എന്താ നമുക്ക് എന്താ 4/9 എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇതിന് പകരം നമുക്ക് അപ്പൊ 0.111 എക്സെട്രയ്ക്ക് പകരം എന്താ 1/9 എഴുതാം. 1/9 എഴുതാം. ഗുണം നമ്മൾ അതേപോലെ ഇടുന്നു. ഗുണം 0.444 എക്സെട്ര അതിന് പകരം എന്താ 4/9 എഴുതാം. 4/9 എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോ 2 ഭിന്നസംഖ്യകളല്ലേ? 2 ഭിന്നസംഖ്യകളായതുകൊണ്ട് എന്തെഴുതാം? നമുക്ക് നമ്മൾ തമ്മിൽ അംശങ്ങൾ ഗുണിച്ച് അംശമായിട്ട് എഴുതാം, ഛേദങ്ങൾ ഗുണിച്ച് ഛേദമായിട്ട് എഴുതാം. √1 × 4 എത്ര കിട്ടും? 4 എന്ന് കിട്ടും. 9 × 9 81 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ഇതിന് സെപ്പറേറ്റ് റൂട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അകത്ത് വെച്ച് തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ √4/√81 നമുക്ക് എഴുതാം. √4/√81 എഴുതാം. ഇവിടെ റൂട്ട് കൊടുത്തു, ഇവിടെ ഇതിന് റൂട്ട് കൊടുത്തു. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. √81 എത്രയാണ്? 9 ആണ്. 9 9 81. അപ്പൊ 2/9 എന്ന് വരും. 2/9 നമുക്ക് ഓപ്ഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ആ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാം? ഈ 2നെ 9 കൊണ്ട് ഭാഗിച്ചു നോക്കാം. 2 എന്ത് ചെയ്യണം? 9 കൊണ്ട് ഭാഗിച്ചു നോക്കാം. 2/9 എത്ര കിട്ടും? പോയിന്റ് ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് ഇവിടെ പോയിന്റ് കൊടുക്കും. ഇവിടെ 0 നമ്മൾ കൊടുക്കുന്നു. 20 എത്ര കിട്ടും? 2 9 18 അല്ലേ? 18. ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 2 എന്ന് വരും അല്ലേ? ഇവിടെ പോയിന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ 0 കൊടുക്കാം. എത്ര കിട്ടും? 20. 20 എത്ര? 2 9 18 എന്ന് കൊടുക്കാം. ശിഷ്ടം 2. അപ്പൊ എത്ര കിട്ടും? ഇവിടെ നമുക്ക് ഇവിടെ പോയിന്റ് കൊടുത്തുകൊണ്ട് വീണ്ടും ഇവിടെ എന്ത് ചെയ്യാം? 0 കൊടുക്കാം അല്ലേ? അപ്പൊ വീണ്ടും ഇവിടെ 2 9 18 അങ്ങനെ എക്സെട്ര ഇങ്ങനെ പോകും. ശിഷ്ടം 2 അങ്ങനെ പോകും. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? 0.2222 എക്സെട്ര. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് 0.222. അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 3 × 25 × 32 ഭാഗം 4 + 10 - 18 എന്ന്. അപ്പൊ നമുക്കിതൊരു ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യേണ്ട കണക്കാണ്. ബോർഡ് മാസ് അല്ലെ? BODMAS ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റിനകത്ത് ചെയ്യുക, പിന്നെ ഓഫിനകത്തുള്ള ചെയ്യുക, പിന്നെ ഭാഗിക്കാനുള്ള ഭാഗിക്കുക, പിന്നെ ഗുണിക്കുക, പിന്നെ കൂട്ടുക, ഏറ്റവും അവസാനം എന്ത് ചെയ്യണം? കുറയ്ക്കണം. നമ്മുടെ ചോദ്യം ഏതാണ്? 3 × 25 - 32 ഭാഗം 4 + 10 - 18 എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? സംഭവം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഉണ്ടോ? ഇല്ല. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. പിന്നെ ആദ്യമേ ഡിവിഷൻ ആദ്യം ഭാഗിക്കണം. 32 ഭാഗം 4 ചെയ്യണം. ബാക്കിയെല്ലാം അതുപോലെ എഴുതുക. 3 × 25
25 മൈനസ് വരെ എഴുതണം. മൈനസ് വരെ എഴുതി. അപ്പോൾ 32 ഭാഗം 4 8 4 32 8 4 32 32 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടും 8 എന്ന് കിട്ടും. പ്ലസ് 10 മൈനസ് 18 നമ്മൾ അതേപോലെ അവിടെ എഴുതി. അപ്പം ഭാഗിക്കാനുള്ളതെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത ഗുണിക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ എന്താ ഇത് രണ്ടും ആണ് ഗുണിക്കാനുള്ളത്. വേറെ ഗുണിക്കാനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ 25 ഗുണം 32 75 കിട്ടും. 75 എന്ന് കിട്ടും. 75 ബാക്കിയിൽ എഴുതാം -8 പ്ലസ് 10 മൈനസ് 18. അപ്പൊ നമ്മള് ഗുണിക്കാനുള്ളത് കഴിഞ്ഞു. പിന്നെ അഡീഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടാനുള്ളതൊക്കെ ഉണ്ട്. ഇതിപ്പോ കൂട്ടാനും കുറയ്ക്കാനുമാണ്. ഇങ്ങനെ കുറെ ഇങ്ങനെ കുറെ സംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനും കുറെ സംഖ്യകൾ തന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ എല്ലാം കൂട്ടി പോസിറ്റീവായിട്ട് എഴുതണം, നെഗറ്റീവ് സംഖ്യ എല്ലാം കൂട്ടിയിട്ട് നെഗറ്റീവായിട്ട് എഴുതണം. ഇവിടെ പോസിറ്റീവ് സംഖ്യ ഏതാണ്ട് ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. 75 പോസിറ്റീവ് നമ്പർ ആണ്, 10 പോസിറ്റീവ് നമ്പർ ആണ്. -8 -18 എന്താണ്? നെഗറ്റീവ് നമ്പർ ആണ് അല്ലെ? അപ്പൊ 75 10 എത്രയാണ്? 85 എന്ന് വരും. 85 18 -8 18 10 28. അപ്പം അത് രണ്ടു പറഞ്ഞാൽ 26. അപ്പം -26 എന്ന് വരും. 85 -26 എന്ന് വരും. മനസ്സിലായി? എന്നിട്ട് ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. 85 26 കുറച്ചാൽ മതി. 15 60 6 4 10 5 15 9. പിന്നെ ഇവിടെ എത്ര ഉണ്ട്? 7. 7 2 എത്രയാണ്? 5. അത്ര 59 എന്ന് കിട്ടും. 59 നമ്മുടെ ഓപ്ഷനിലുണ്ടോ? അപ്പോൾ ഓപ്ഷൻ എ എത്രയാണ്? 59 ആണ് നമ്മുടെ ഉത്തരം. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള ബോർഡ് മാസ് ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹരിക്കുക എന്നാണ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കണം, അഡീഷൻ കൂട്ടണം, സബ്ട്രാക്ഷൻ കുറയ്ക്കണം. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ തന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് സംഖ്യ എല്ലാം കൂട്ടിയിട്ട് പോസിറ്റീവായിട്ട് എഴുതണം, നെഗറ്റീവ് സംഖ്യ എല്ലാം കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവായിട്ട് എഴുതണം. ഉത്തരം ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 1/2 അധികം 3/16 അധികം 5/64 എത്ര? ഇത് 3 ഭിന്നസംഖ്യകളല്ലേ? 3 ഭിന്നസംഖ്യകൾ കൂട്ടണം അല്ലെ? അപ്പൊ 1/2 അധികം 3/16 അധികം 5/64. ഇതിന്റെ എല്ലാത്തിന്റെ ഛേദം ഒരേ ഛേദമാണെങ്കിൽ ഛേദം അതേപോലെ എഴുതിയതിനു ശേഷം അംശങ്ങൾ തമ്മിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടാം, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കാം. ഇത് വ്യത്യസ്ത ഛേദങ്ങളല്ലേ? വ്യത്യസ്ത ഛേദങ്ങളായതുകൊണ്ട് എന്താണ്? ഛേദങ്ങളുടെ ലസാഗു കണ്ടുപിടിക്കണം. 2 16 64 എഴുതണം. ഇപ്പൊ 2 എണ്ണം ഉള്ളവരെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യായിരുന്നു. ഇവിടെ 3 എണ്ണം ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ലസാഗു കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഛേദങ്ങൾ, ഇതിന്റെ ഛേദം 2, ഇതിന്റെ ഛേദം 16, ഇതിന്റെ ഛേദം എത്രയാണ്? 64 ഇങ്ങോട്ട് എഴുതണം. എന്നിട്ട് 2 കൊണ്ട് ഭാഗിക്കാം. 1 2 2 8 2 16 64 2 കൊണ്ട് ഭാഗിക്കുന്നതിന് പകരം 64 നേരെ പകുതി എടുത്താൽ മതി. മനസ്സിലായോ? 64 പകുതി എത്രയാണ്? 32. വീണ്ടും ചെയ്യാം. 2 ഇരട്ട സംഖ്യ അല്ലേ? വീണ്ടും ചെയ്യാമെങ്കിൽ അടിയിൽ ഇങ്ങനെ വരയിടുക, 2 സൈഡിൽ എഴുതുക. 1 താത്തിരക്കുക, 4 2 8 16 2 32 എന്ന് എഴുതാം. അപ്പൊ വീണ്ടും 2 ഇരട്ട സംഖ്യകളാണ്. അപ്പൊ വീണ്ടും ചെയ്യാം. 2 വെച്ച് 1 താത്തിരക്കാം, 2 2 4 8 2 16 എന്ന് എഴുതാം അല്ലെ? വീണ്ടും 2 വെച്ച് ചെയ്യാം. 1 താത്തിരക്കാം, 1 2 2 4 2 8 എന്ന് എഴുതാം. ഇനി ചെയ്യാൻ പറ്റത്തില്ല. ഇനി ലസാഗു കണ്ടുപിടിക്കുന്ന ഈ സൈഡിലുള്ളതും താഴെ എല്ലാം കൂടെ ഉള്ളതെല്ലാം കൂടെ എഴുതി ഗുണിക്കണം. 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം 2 ഗുണം ഈ 2 ഒന്നും ഗുണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഗുണം 4. അപ്പം 2 2 4 4 2 8 8 2 16 16 ഗുണം 4 64 എന്ന് വരും. അപ്പം നമുക്ക് ഈ 64 നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇതിനെ പൊതുവായ ഛേദം എന്ന് പറയുന്നത്. പൊതുവായ ഛേദം അല്ലെ കോമൺ ഡിനോമിനേറ്റർ എന്ന് പറയാം. ഈ പൊതുവായ ഛേദം എന്തിനാ കണ്ടുപിടിച്ചെന്ന് പറയുക? ഇതിനെല്ലാം വ്യത്യസ്ത ഛേദങ്ങളല്ലേ? ഒരേ ഛേദമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ ഈ പൊതുവായ ഛേദം ആക്കിയതിനു ശേഷം ഈ ഭിന്നസംഖ്യയുടെ ഛേദം എത്രയാണ്? 2 അല്ലേ? ഈ 2നെ ഈ പൊതുവായ ഛേദമൊക്കെ എന്തുകൊണ്ട് ഗുണിച്ച് ഈ 2നെ എന്തുകൊണ്ട് ഗുണിച്ച് ഈ പൊതുവായ ഛേദം കിട്ടുന്നു? ഈ 2നെ 32 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ പൊതുവായ ഛേദം കിട്ടും. അതുകൊണ്ട് മേളിൽ എന്ത് ചെയ്യണം? 32 കൊണ്ട് ഗുണിക്കണം. 1 ഗുണം 32 എത്ര? 32. എന്നിട്ട് പ്ലസ് ഇടുക. ഇവിടെ ഈ ഭിന്നസംഖ്യ എടുക്കണം. ഇവിടെ 16 അല്ലേ? 64 കിട്ടാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 16 എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പൊ മേളിൽ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിക്കണം. 3 ഗുണം 4 എത്ര കിട്ടും? 12 എന്ന് വരും. പ്ലസ് ഇടുക. ഇവിടെ 64 ആണ്, ഇവിടെ 64 ആണ്. ഒരേ ഛേദമല്ലേ? ഒരേ ഛേദമായിട്ട് അംശം നമുക്ക് അതേപോലെ തന്നെ എഴുതാം. സിഗ്നലോ 32 2 34 ഇതെല്ലാം കൂടെ കൂട്ടി എഴുതാം. 32 2 34 10 47 5 49 എന്ന് വരും. 49/64 എന്ന് വരും. 49/64. അപ്പൊ 49/64 ഓപ്ഷൻ ഡി. അതാണ് നമ്മുടെ ഉത്തരം.